കലുഷിതമായ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എഴുത്തുകളും അതുപോലെ തന്നെയുള്ള മാധ്യമങ്ങളും വാർത്തകളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരുപാട് ഉമ്മമാരിയ്ക്കുന്നുണ്ട്. അൽ ഉമ്മു മദ്രസത്ത്, അധ്യാപകരുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റി അത് ഉമ്മമാരാണ്. അതുപോലെ തന്നെ അവിടുത്തെ ആദ്യ ഗുരു ഉമ്മയും അതിനോട് ചേർന്നുള്ള ഗുരു ഉപ്പയുമാണ്. അവരുടെ ആ വീടകം അവിടെ നിന്ന് തുടങ്ങണം യഥാർത്ഥത്തിലുള്ള മൂല്യബോധത്തോടെയുള്ള വളർത്തൽ. പക്ഷെ ഇന്ന് എത്ര കണ്ട് അത് സാധിക്കുന്നുണ്ട്, അത് അതുപോലെ തന്നെ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് ഈ കഴിഞ്ഞ സംഭവങ്ങളിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്? ഇപ്പം നമ്മൾ അഫാൻ്റെ കേസ്, അത് കഴിഞ്ഞ് വന്നിട്ടുള്ള കേസുകളിലൊക്കെ ഒരു ഉമ്മയെ കൊല്ലാന്നൊക്കെ പറഞ്ഞാൽ ആരാ ഒരു ഉമ്മ? ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമുക്കൊക്കെ ഒരു 30s 90s ഉള്ള നമ്മളൊക്കെ പോലെയുള്ള ഒരു 80കളിലും 90കളിലും അതിനു മുന്നെയൊക്കെ ജനിച്ചു വളർന്ന നമ്മളുടെയൊക്കെ ഉമ്മ എന്ന് പറയുമ്പോൾ നമുക്കതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നമ്മൾ അത്രമേൽ ഉമ്മയിലേക്ക് ആഴത്തിൽ ഇറങ്ങുകയും ഉമ്മനെ മാക്സിമം മുതലാക്കുകയൊക്കെ ചെയ്യും. അത് ചെയ്തു തരുമ്മ, ഇത് ചെയ്തു തരുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് നാളെ ഇന്ന് വരെ ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഒരു വല്ല സമയത്ത് മാത്രമൊക്കെ ഉമ്മയോടൊന്ന് എതിർത്തോ ധിക്കരിച്ചോ സംസാരിച്ചത് ഇങ്ങനെ വിരലിലുണ്ടാവുന്ന മാത്രമായിരിക്കും നമ്മളെടുത്തൊക്കെ വന്നു പോയിട്ടുണ്ടാവുക. ഉമ്മയോടൊക്കെ എതിർത്തും ധിക്കരിച്ചും കയർത്തൊക്കെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും. എത്ര തന്നെയായാലും ആ ഒരു പൊസിഷനെ രക്ഷിതാവ്, ഉമ്മയാകട്ടെ വാപ്പയാകട്ടെ, ആ ഒരു സ്ഥാനത്തെ അത്രമേൽ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ തന്നെ പ്രൊഡക്റ്റുകളായിട്ടുള്ള ഈ മക്കൾ വന്നപ്പോഴേക്ക് ഒരു കൂസലുമില്ലാതെ ഉമ്മയെയും ഉപ്പയെയും എളാപ്പയെയും ഉമ്മമ്മയെയും കൂട്ടുകാരിയെയും ആരെയാണെങ്കിലും അത് കൊലപ്പെടുത്താൻ പോലും മടിക്കാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യ മനസ്സുകളുടെ തലച്ചോറ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളമാണ് കാര്യങ്ങൾ ഹൃദയത്തിലേക്കും മനസ്സുകളിലേക്കും അവർ എടുക്കുന്നത് എന്നുള്ളത്. വളരെ ഭീകരമായൊരവസ്ഥയാണിത്. കാരണം ഒരു വ്യക്തിക്ക് ഇത് താൻ ആദരിക്കുന്നവനാണ്, എന്നെ ഇത്ര വരെ വളർത്തി വലുതാക്കിയ ഒരാളാണ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധം വരുന്നില്ല. ഇത്രയും ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞിട്ടും ഇതുവരെ ഞാൻ എൻ്റെ ഉമ്മയാണല്ലോ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു തൗബയുടെ വർത്തമാനം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഉമ്മയെയും ഉപ്പയെയും അപ്പുറവും ഇപ്പുറവും ഇരുത്തിയിട്ടാണ് 24 വയസ്സുകാരി എൻജിനീയറിംഗ് ബിരുദവും കഴിഞ്ഞിരിക്കുന്ന ഒരു പൊന്നുമോള് അവർക്കുള്ളതെല്ലാം വിറ്റുപെറുക്കി അവരുടെ അവൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിന് ചേർത്തി പഠിപ്പിച്ച് അവളുടെ ട്രെൻഡിനനുസരിച്ച് അവളെ വളർത്തി വലുതാക്കി വസ്ത്രങ്ങളും എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുത്ത ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും സെൻറ്ററിൽ ഇരുന്നു കൊണ്ടാണ് ഒരിക്കൽ കൗൺസിലിംഗ് സെഷനിൽ ഒരു മകൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, എന്ത് ഉമ്മ എന്ത് വാപ്പ, ടീച്ചറെ ഒരു 18 വയസ്സ് വരെയൊക്കെ ഓക്കെ, അതിനപ്പുറത്തേക്ക് ഒരു 18 കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിനൊന്ന് വിട്ടു തന്നൂടെ, ഒരു സ്വൈര്യവും തരാത്ത 2 ജന്മങ്ങൾ. അങ്ങനെ തന്നെയാണ് ആ മകൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു കൗൺസിലിംഗ് സെഷന് വന്നിട്ട് ഏതോ ഒരു റൂമിൽ, ആ റൂമിൻ്റെ പുറത്ത് ഈ കുട്ടിക്കും വേണ്ടിയിട്ട് രാത്രി ഒരുപാട് വൈകുവോളവും ബാപ്പ ഉമ്മ ഇങ്ങനെ പുറത്തിരിക്കുക. ഈ മകൾ ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഉപ്പ ഇങ്ങനെ നെഞ്ചിങ്ങനെ അമർത്തി പിടിച്ച് നിൽക്കുന്നുണ്ട്. റബ്ബേ, ഈ പൊന്നുമോളെയാണല്ലോ ഞങ്ങൾ ഇത്രത്തോളം വളർത്തി വലുതാക്കി ആവോളം എല്ലാം കൊടുത്തത്. ഈ എല്ലാം കൊടുക്കുന്നിടത്ത് നിന്നാണ് പ്രശ്നങ്ങളും തുടങ്ങുന്നത്. എന്താണ് നമ്മൾ ഈ എല്ലാം കൊടുക്കുന്നത്? എന്താ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? അധ്യാപകൻ്റെ സംസാരത്തിൽ തന്നെ നമ്മളത് കേട്ട് കഴിഞ്ഞു. LSS, USS, NMMS, ഫുൾ A+, നീറ്റ്, കീം, അങ്ങനെ പോവാണ്. മക്കളെ പഠിക്കണം, ഒരുപാട് പഠിക്കണം, ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം, നിൻ്റെ കാര്യം അത് നീ നോക്കണം, എനിക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഉമ്മക്കും പാപ്പക്കുള്ളത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോയിക്കോളും. പക്ഷേ
നിൻ്റെ ലൈഫ്, നിൻ്റെ സക്സസ്, നിൻ്റെ വീട്, നിൻ്റെ ഫാമിലി, നിൻ്റെ വാഹനം, നിൻ്റെ കെട്ടിടം, നിൻ്റെ ബിസിനസ് നീ നോക്കിക്കൊള്ളണം. ഇത് തന്നിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന, ഒരിക്കൽ കവി പാടിയതുപോലെ ഈ ലോകത്തെയും എന്നെയും ഞാൻ ഒരു കുടമറക്കുള്ളിലാക്കി ലോകത്തെ പുറത്തിട്ടടച്ചു. ഞാനും എൻ്റെ കുടുംബവും മാത്രം വീടിനുള്ളിൽ, എൻ്റെ ജീവിതത്തിനുള്ളിൽ സുരക്ഷിതം എന്നുള്ളൊരവസ്ഥയിലേക്കാണ് നമ്മളിങ്ങനെ അറിയാതെ നമ്മുടെ കുട്ടികളെങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിലുള്ള മക്കൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? SSLCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര മക്കളുടെ രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്? ഒന്ന് കൈപൊന്തിക്കോ. ഉണ്ട്. ഇതിലിപ്പോൾ ഭൂരിഭാഗം മക്കളും, നമ്മുടെയൊക്കെ വീട്ടിലുള്ള മക്കൾ നമ്മൾ പറയാതെ തന്നെ പഠിക്കുന്നില്ലേ? ഇല്ലേ? നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ? കാരണം ഈ പൊരി വെയിലത്തും, അത് പോസിറ്റീവ് തന്നെയാണ്, പൊരി വെയിലത്തും അവർ എക്സാമിന് പോകുന്നു. അവർക്ക് ദാഹമില്ല, ക്ഷീണമില്ല, ബുദ്ധിമുട്ടില്ല. ഒരു ഭൂരിഭാഗം, ഒരു 75% കുട്ടികളും പരീക്ഷയ്ക്ക് അവരുടെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് അവരങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് ഫുൾ A+. ചില കുട്ടികളോടൊക്കെ നമ്മൾ പറയുമ്പോൾ, മോളെ ഇത്രമേൽ ടെൻഷൻ അടിക്കല്ലേ, സാരമില്ല, കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, ടീച്ചറെ അങ്ങനെയല്ല, ഇത് എനിക്ക് നിർബന്ധമാണ്. ഇതാ മക്കൾ പറയണത്. ഒരു തരം ഭൗതിക ലോകത്തിൻ്റെ ആ വലയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ തലമുറ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ചെയ്യപ്പെട്ട ഒരു കൗൺസിലിങ്ങുകളിലും എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് സർക്കിളിലുള്ള കൗൺസിലർമാരുടെ വർത്തമാനങ്ങളിലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, എൻ്റെ ഖബർ ജീവിതം ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, എൻ്റെ പരലോകം ആലോചിച്ചിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല, എൻ്റെ വരാനിരിക്കുന്ന ലോകത്തിലുള്ള കാര്യങ്ങൾ എന്തായിരിക്കും, എൻ്റെ ഭാവി എന്തായിരിക്കും, ഇഹത്തിലേതല്ല പരത്തിലേത്, ഞാൻ എങ്ങനെയായിരിക്കും, സ്വർഗമായിരിക്കുമോ നരകമായിരിക്കുമോ എനിക്ക് കരസ്ഥമാക്കാൻ പോകുന്നത് എന്നാലോചിച്ചിട്ട് ടീച്ചറെ ഒരു സമാധാനവും കിട്ടുന്നില്ല എന്ന് ഒരു കുട്ടിയും പറഞ്ഞിട്ടില്ല. മനുഷ്യൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ഭൗതികമായ ലോകത്തിലേക്കുള്ള നേട്ടങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന ഒരു ഹൃദയവും തമ്മിലുള്ള അടുപ്പവും വികാരവും ഒക്കെ ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ മക്കളെ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കും. വലുതാകുന്നതിനനുസരിച്ച് നമ്മൾ അവരിൽ നിന്ന്, അവർ നമ്മളിൽ നിന്നും, നമ്മൾ അവരിൽ നിന്നും ഇങ്ങനെ വേർപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് നമ്മുടെ ടോണും മാറുകയാണ്. എന്താ നിസ്കരിക്കാനായില്ല, എനിക്ക് ബാങ്ക് കൊടുക്കുന്നത് കേട്ടിട്ടില്ല, TV മൊബൈൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതുവരെ അവരോട് സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ടോൺ അങ്ങോട്ട് മാറ്റിയിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. ഒരു പ്രശസ്തനായ കവി ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ കുട്ടികളോട് ശബ്ദമുയർത്തരുത്, അവരോട് പൊട്ടിത്തെറിക്കരുത്, അവരോട് നിങ്ങൾക്ക് ലളിതമായി സംസാരിക്കാം. ഇടിനാദങ്ങളല്ല മഴത്തുള്ളികളാണ് പൂക്കൾ വിരിയിക്കാൻ ഇടയാക്കുന്നത് എന്നാണ്. എവറി ചൈൽഡ് ഈസ് എ വെരി ബിഗ് സീഡ്. ഓരോ കുട്ടിയും വലിയ മരങ്ങളാകേണ്ട കുഞ്ഞു വിത്തുകളാണ്. ആ വിത്തിനുള്ളിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്ത്, ചീത്ത പറഞ്ഞ്, വേണ്ടാത്ത ചില വികാരങ്ങൾ കുത്തിക്കയറ്റി പലപ്പോഴും നമ്മൾ തന്നെയാണ് അവരെ ഇങ്ങനെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരെ മുട്ടുകുത്താനും മുട്ട് പൊട്ടാനും പാളയിൽ വലിച്ചിഴപ്പിക്കാനും വീഴാനും മുറിവ് പറ്റാനും മഴ കൊള്ളാനും മണ്ണിൽ കളിക്കാനും ചളിയിൽ പുരളാനും എല്ലാത്തിനും അനുവദിക്കണം. ജീവിതം എന്താണെന്നറിയണം. തങ്ങളുടെ റൂമുകളിലിരുന്ന് ഈ ഒരു ഗാഡ്ഗറ്റ് ഉപയോഗിച്ച് സോഷ്യൽ ഡിസ്കണക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ സാമൂഹിക വിച്ഛേദനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മയെയും ഉപ്പയെയും കൂട്ടുകാരെയൊക്കെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൂടെ എൻ്റെ തൊട്ടു മുന്നിലിരിക്കുന്ന എൻ്റെ ഉമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളം എന്താണ് എന്നവൻ അറിയുന്നില്ല. അവൻ ഉമ്മയെ കാണുന്നതും ഉപ്പയെ കാണുന്നതും കൂട്ടുകാരെ കാണുന്നതൊക്കെ ഈ ഡിജിറ്റൽ യുഗത്തിലെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലൂടെ കൂടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന കവലകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് വലയങ്ങൾ, യുവാക്കളുടെ കൂട്ടം കൂടലുകൾ, അതൊന്നും ഇന്ന് കാണുന്നില്ല. കാണുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു പ്രത്യേക സ്പോട്ടിലായിരിക്കും. ആ സ്പോട്ടിൻ്റെ പേര്
ഇന്നലെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കുറേ സ്പോട്ടുകളെയൊക്കെ കുറിച്ച് പിന്നെ അറിവുകളൊക്കെ വാർത്തയൊക്കെ ആയിട്ട് വന്നു. ആ സ്പോട്ടുകൾ ലഹരിയുടെ സ്പോട്ടുകൾ മാത്രമാണ്. അത്തരത്തിലുള്ള ഇരുത്തങ്ങളല്ലാതെ എൻ്റെ കൂട്ടുകാരൻ്റെ സന്തോഷങ്ങൾ എന്താ, സങ്കടങ്ങൾ എന്താ, അവന് പ്രയാസമുണ്ടോ, ഇത് തൊടാനും തലോടാനും എൻ്റെ ഉപ്പക്കും ഉമ്മക്കും അവരെന്തെങ്കിലും കാര്യത്തിൽ ടെൻഷൻ ആവുന്നുണ്ടോ, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതൊക്കെ നേരിട്ട് കാണാനും തൊടാനും അനുഭവിക്കാനും ആശ്വസിപ്പിക്കാനുമുള്ള അവസരങ്ങളൊക്കെ ഇന്നിങ്ങനെ മാറി 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 ഈ ഡിസ്കണക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ്റെ ഉള്ളറിയുന്നില്ല. അതുകൊണ്ട് തന്നെ വികാരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. യാന്ത്രികത എല്ലായിടങ്ങളിലും വന്നു. മക്കളോട് നിരന്തരമായിട്ട് ഫോൺ ഉപയോഗിക്കണ്ട, എപ്പോഴും ഫോൺ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എത്ര പേർ എത്ര സമയം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്? 12 മണിക്കൂർ ജോലിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ഉപ്പ വീട്ടിലേക്ക് വരുന്നത്. ആ ഉപ്പയെ ഇഷ്ടത്തോടെ കൊതിയോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊന്നുമോള് വീട്ടിലുണ്ട്. ഉപ്പ വീട്ടിൽ ആ ജോലിയുടെ സമയങ്ങളിൽ ഒന്നും ഫോൺ എടുക്കാൻ കഴിയാതെ വീട്ടിലേക്ക് അങ്ങോട്ട് എത്തി, കാറിൻ്റെ ചാവിയൊക്കെ അങ്ങോട്ട് ഊരി ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് മൊബൈൽ അങ്ങോട്ട് എടുത്തിട്ട് ഉപ്പ എങ്ങനെയാണ് വീട്ടിലേക്ക് കയറുന്നത്. ഉപ്പച്ചി വന്നേന്ന് പറഞ്ഞ് ഓടി വരുന്ന പൊന്നുമോള്, ഉമ്മ വാതിലൊക്കെ തുറന്നെടുത്ത മോളിങ്ങനെ ഓടിച്ചെന്ന് ഉപ്പയുടെ ആ പാൻസിൻ്റെ അവിടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും കാലിന്, അത്ര ഹൈറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പ മോളോ എന്താണ്, ചിലപ്പോൾ ഇങ്ങനെ എടുത്തു കൊടുക്കും, ഒരു ഡാർക്ക് ഫാൻറ്റസിയോ ചോക്ലേറ്റോ ഡയറി മിൽക്കോ. പാവം കുട്ടി ഒരുപാട് കഥ ഉണ്ടാവും പറയാൻ. അന്ന് LKG ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പറഞ്ഞതും കേട്ടതും കളിച്ചതും കാട്ടിയതും ഒക്കെ ഉപ്പച്ചി വന്നിട്ട് പറയണമെന്ന് വിചാരിച്ച് നിൽക്കുക. പക്ഷെ സംഭവിക്കുന്നത് ഇതാ, ഉപ്പയെ പറഞ്ഞിട്ട് കാര്യം, ഉപ്പയ്ക്ക് ഇതങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇതിൽ വന്ന് കിടക്കുക. അതാ ഇത് ചെയ്തില്ല, അതാ ഇതിന് മറുപടി കൊടുത്തില്ല, അത് അയച്ചു കൊടുത്തില്ല, ആ നമ്പർ ചോദിച്ചിരുന്നു, ആ പ്രോഗ്രാം എന്തായി. അങ്ങനെ ഉപ്പയുടേതായിട്ടുള്ള തിരക്കിലേക്കും കുട്ടി ഉപ്പയിൽ നിന്നും ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. നിർബന്ധമായിട്ടും നമ്മുടെ വീടകങ്ങളിൽ നിന്ന് എന്നീ ഉപകരണം കുറച്ച് സമയത്തേക്കെങ്കിലും എല്ലാവരും ഒരുപോലെ മാറ്റിവെക്കാൻ തയ്യാറാണ്. ഉപ്പ ഉപയോഗിക്കാതിരിക്കുകയും ഉമ്മ അതേസമയം ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ വീണ്ടും അവിടെ ആ ഒരു റാപ്പോ വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒരേ സമയം 1 മണിക്കൂറെങ്കിലും ഒരുമിച്ചിരുന്ന് കളങ്ങൾ സൃഷ്ടിക്കണം. ജീവിത കളരി എന്ന് പേരിടാം നമുക്കതിന്, ജീവിത കളരി. ഈ ജീവിത കളരികളിൽ കളരികളിങ്ങനെ നടക്കണം. എന്ത് കളരി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന കളരി തന്നെ. പാപ്പാപ്പായിട്ട് ഇങ്ങനെ ആനയായിട്ട് ഇങ്ങനെ മുട്ടുകുത്തുക, പേരക്കുട്ടി കയറിയിരിക്കട്ടെ, ഉമ്മമ്മ അപ്പുറത്തിരിക്കട്ടെ, ഉപ്പയും ഉമ്മയും ഒക്കെ നിലത്തിങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഒരുമിച്ച് 1 മണിക്കൂറെങ്കിലും ഇരുന്ന് ആനയായും ഒട്ടകമായും കുറേ നന്മയുള്ള കഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇരിക്കട്ടെ. അപ്പോഴേ ഈ നന്മയുടെ അംശം ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് എത്തുള്ളൂ. അപ്പോഴേ കുട്ടിയുടെ കണ്ണിൽ നിന്ന് പഴയ കാലങ്ങളിലുള്ള കഞ്ഞി മാത്രം കഴിച്ചതും കഞ്ഞിയിലെ വറ്റുകളുടെ എണ്ണം എണ്ണി നോക്കിയിട്ടൊക്കെ എനിക്ക് എത്ര എണ്ണം കിട്ടി, നിനക്ക് അത്ര എണ്ണം, എനിക്ക് 3 എണ്ണേ കിട്ടിയിട്ടുള്ളൂ. എന്താ കിട്ടിയത്? ഞങ്ങൾക്കന്ന് സൽക്കാരത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന കഞ്ഞിയിലെ വറ്റുകളുടെ എണ്ണമായിരുന്നു മക്കളെ അതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചക്കയൊക്കെ ഇങ്ങനെ പഴുത്ത ചക്ക റോട്ടിൽ നിന്ന് ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വിശന്നിട്ട് വയ്യാഞ്ഞിട്ട് അവിടുത്തെ അതിൻ്റെ ആ പറമ്പിലെ മുതലാളിയോട് പോലും ചോദിക്കാതെ കുറച്ച് ചക്ക കുരുകൾ മാത്രം പെറുക്കിയെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഉമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയും, ഉമ്മ ഇത് പുഴുങ്ങി ചുട്ട് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇതാരോട് ചോദിച്ചോ നീ എടുത്തത്, ഇത് എവിടെ നിന്നാണ് നീ എടുത്തത് എന്ന് ചോദിച്ചിട്ട് എൻ്റെ കൈയിങ്ങനെ നുള്ളി ഇറച്ചി കഷ്ണം പോരുന്ന പോലെ മക്കളെ ഉമ്മ എൻ്റെ കയ്യിൽ നുള്ളിയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഉമ്മമ്മയുടെ പഴയ കാലത്തെ നന്മയുടെ കഥകളിങ്ങനെ പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ നനവിങ്ങനെ വരും. ഇങ്ങനെ മാത്രമേ ഇതിനെ രക്ഷിക്കാൻ മാർഗമുള്ളൂ. ഒരുമിച്ചിരുന്ന് സംസാരിച്ച് നന്മകൾ പകർന്നും പറഞ്ഞും കൊടുത്തിരുന്നെങ്കിൽ മാത്രമേ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ മാർഗമുള്ളൂ. കാരണം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. ഖുർആനിലൊക്കെ എത്ര വചനങ്ങളുള്ളത്. ഇപ്പോൾ ലുക്മാൻ അലൈഹിസ്സലാം ആണെങ്കിലും ഇബ്രാഹിം അലൈഹിസ്സലാം ആണെങ്കിലും ഇവരൊക്കെ നബിമാരൊക്കെ തങ്ങളുടെ മക്കളെ നന്മകളിലേക്ക് നയിക്കുകയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു.
നമ്മുടെ അടുത്ത് നന്മയിലേക്ക് നയിക്കുന്ന സിസ്റ്റം ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുക, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുക, അവർക്ക് വേണ്ട ഒരു റോൾ മോഡൽ ആവുക എന്നുള്ളതും ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുക. ഇതില്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മളിത് വീടകങ്ങളിൽ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ അവരിറങ്ങാൻ പോകുന്നത് വലിയൊരു സമൂഹത്തിലേക്കാണ്. ആ സമൂഹത്തിൽ പലതരത്തിലുള്ള വീടകങ്ങളിൽ നിന്ന് വരുന്ന മക്കളുണ്ടാവും. ഇപ്പം നമ്മൾ വീടകങ്ങളിൽ നിന്ന് ഇത് വേണ്ട രീതിയിൽ നന്മയുടെ അംശങ്ങൾ കൊടുത്താൽ തന്നെ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്നത് എന്താ നമുക്കറിയാം. ക്യാമ്പസുകളിൽ അവരെ കാത്തിരിക്കുന്ന റാക്കറ്റുകൾ എന്താ നമുക്കറിയാം. അപ്പോൾ വീടകങ്ങളിൽ നിന്ന് നന്മയുടെ അംശങ്ങൾ വേണ്ട രീതിയിൽ കൊടുക്കുകയും ഇനി ക്യാമ്പസുകളിൽ നിന്ന് അവർക്ക് കിട്ടാതിരിക്കുകയാണെങ്കിൽ, അവരെ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ എന്താ വേണ്ടത് എന്നുള്ളതും നമ്മൾ അറിയേണ്ടതുണ്ട്.